ഇന്ന് ഡിസംബർ 16 ബംഗ്ലാദേശ് വിജയ് ദിവസ്. പാകിസ്ഥാനെതിരെ ഭാരത സൈന്യം നേടിയ വിജയത്തിന്റെയും ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പിറവിയുടെയും 53-ാം വാർഷികം. 1971 യുദ്ധത്തിൽ നമ്മുടെ സൈന്യത്തിന്റെ ശൗര്യത്തിന് മുൻപിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയതോടെയാണ് ബംഗ്ലാദേശിന്റെ രൂപീകരണം സാധ്യമായത്. 1947 ഭാരത വിഭജനം മുതൽ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ മേഖലയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. വ്യത്യസ്ത ജീവിത രീതിയും ഭാഷയും സംസ്കാരവും നിലനിൽക്കുന്ന മേഖലയിൽ സ്വയം ഭരണം വേണമെന്ന ആവശ്യം 60കളുടെ അവസാനത്തോടെ ശക്തമായി. 70ന്റെ തുടക്കത്തിൽ തന്നെ സായുധ സമരങ്ങൾ ശക്തമായെങ്കിലും പാകിസ്ഥാൻ സൈന്യം ക്രൂരമായി അടിച്ചമർത്തി. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ ഒഴുകിയെത്തി. ഇതോടെ ഭാരത സൈന്യം ബംഗ്ലാദേശ് വിമോചന പ്രവർത്തനങ്ങൾക്കും സായുധ പോരാട്ടത്തിനും പിന്തുണ നൽകിക്കൊണ്ട് നീക്കം ആരംഭിച്ചു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വ്യോമാക്രമണത്തിലൂടെ പ്രതികരിച്ചു. തുടർന്ന് 1971 ഡിസംബർ 3 ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന യുദ്ധം ആരംഭിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങളുണ്ടായെങ്കിലും സൈന്യം പാകിസ്ഥാന് മേൽ കനത്ത പ്രഹരമേൽപ്പിച്ചു. നിരവധി പാകിസ്ഥാൻ സൈനികരെ തടവിലാക്കി. 1971 ഡിസംബർ 16 പരാജയമുറപ്പിച്ച പാക് സൈന്യം കീഴടങ്ങി. ധാക്കയിൽ പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി, സംയുക്ത സേനയുടെ ജോയിന്റ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജീത് സിംഗ് അറോറയുടെ സാന്നിധ്യത്തിലുണ്ടാക്കിയ ഉടമ്പടിയോടെ വിമോചന പോരാട്ടങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന പരമാധികാര രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. യുദ്ധത്തിൽ രാജ്യത്തിന്റെ ധീര സൈനികർ, വിമോചന സമര പോരാളികൾ, സാധാരണക്കാരായ പൗരന്മാരുൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. ഭാരതത്തിന്റെ ധീര സൈനികർ രക്തം നൽകി നേടിയ വിജയത്തിന്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഡിസംബർ 16 കടന്നുപോകുന്നത്. ജനം, ഡൽഹി. ഗറില്ല പ്രതിരോധ സേനയുടെ ഭാഗമായിരുന്ന മുക്തി ജോധാസ് സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 9 അംഗ ബംഗ്ലാദേശ് പ്രതിനിധി സംഘത്തിന്റെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷ പരിപാടികൾ ഇന്ന് നടക്കും. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ ഫോർട്ട് വില്യമിൽ രാവിലെ നടക്കുന്ന പുഷ്പാർച്ചന ചടങ്ങിൽ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് പങ്കെടുക്കും. സൈനിക പരിശീലന കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സൈനിക പ്രദർശനത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു.